കോന്നിയിലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിക്ക് വാടകയ്ക്ക് വീട് താമസിക്കുന്നത് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നിരന്തരം ബലാത്സംഗത്തിന് വിധേയയാക്കിയ പ്രതിയെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു. കോന്നി മാർക്കറ്റ് ജംഗ്ഷൻ കോയിപ്പുറത്ത് വീട്ടിൽ ഷാജി എന്ന് വിളിക്കുന്ന സാം മോനി സൗമേൽ 50 പിടിയിലായത്. ആലപ്പുഴ സ്വദേശിനിയാണ് ഇയാൾ തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. കോന്നിയിൽ ജോലിക്കെത്തിയ യുവതിയെ ടൗണിൽ തൻ്റെ ഉടമസ്ഥയുള്ള വീട്ടിൽ ആരും ഇല്ലെന്നും അവിടെ താമസിക്കാമെന്നും അറിയിച്ച് ഇയാൾ അവിടെ നോക്കാൻ എത്തിയപ്പോഴാണ് ആദ്യം ബലാത്സംഗത്തിന് വിധേയയാക്കിയത്. 2022 നവംബർ ഒരു ദിവസമായിരുന്നു ഇത്. മുറി പൂട്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പ്രവാസിയായ പ്രതി തുടർന്ന് വിദേശത്ത് പോവുകയും പിന്നീട് നാട്ടിലെത്തിയ ശേഷം 2023 മാർച്ചിലും 2024 നിരന്തരം ഈ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു. യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുകയും അവ യുവതിക്ക് വാട്സാപ്പ് വഴി അയക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയുമായിരുന്നു. ഫോണിൽ നഗ്നയായി വീഡിയോ കോൾ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചും തുടർന്ന് മാനസികമായി ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ശല്യം സഹിക്കവയ്യാതെ കോന്നിയിലെ ജോലി ഉപേക്ഷിച്ച് പോയ യുവതിയെ അവിടെ അന്വേഷിച്ചെത്തിയ പ്രതി ശല്യം ചെയ്യൽ തുടർന്നു. ഒരു നിവൃത്തിയും ഇല്ലാതായപ്പോഴാണ് ഇവർ കോന്നി പോലീസിനെ പരാതിയുമായി സമീപിച്ചത്. ശനിയാഴ്ച യുവതിയുടെ മൊഴിപ്രകാരം ബലാത്സംഗത്തിനും IT നിയമപ്രകാരം പ്രതിക്കെതിരെ കേസെടുത്ത് പോലീസ് പ്രാഥമിക നിയമ നടപടികൾക്ക് ശേഷം കോടതിയിലെത്തിച്ച് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് SP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണിക്കൂർക്കകം പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കേസ് എടുക്കുന്നറിഞ്ഞ് വിദേശത്ത് കടക്കാൻ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്ത കോന്നി വിട്ട ഇയാളെ യാത്രാമധ്യേ കൊട്ടാരക്കരയിൽ വെച്ച് പിടികൂടുകയായിരുന്നു. പ്രതി പ്രത്യേക പ്രകൃതക്കാരനാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇയാളുടെ നിരന്തര ശല്യം കാരണം ഫോൺ നമ്പറുകളും സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം അക്കൗണ്ടുകളും ബന്ധങ്ങൾ ഉപേക്ഷിച്ച യുവതിക്ക് പിന്നീട് ഇയാൾ കത്തുകൾ അയക്കാൻ തുടങ്ങി. കാണണമെന്നും മറ്റുമായിരുന്നു ആവശ്യം. യുവതി മാനസികമായി ആകെ തകർന്നു. നഗ്ന ദൃശ്യങ്ങളും മറ്റും കയ്യിലുണ്ടെന്ന് പറഞ്ഞു നിരന്തരം ഭീഷണിപ്പെടുത്തി. പുതിയ ജോലി സ്ഥലത്തും താമസിക്കുന്നിടത്തുമൊക്കെ പ്രതി എത്തി പിന്തുടർന്ന് ശല്യം ചെയ്യുന്നത് തുടർന്നപ്പോൾ സഹികെട്ട് ഇവർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് ഊർജിതമായി നടത്തിയ അന്വേഷണത്തിൽ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ അനുവദിക്കാതെ പ്രതിയെ പിടികൂടുകയായിരുന്നു.